ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഞാൻ തനിച്ചായി പോയല്ലോ എന്നോർത്ത് നിങ്ങൾ ദുഃഖിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ കാണുക. അങ്ങനെ ഒറ്റയ്ക്കായ ദിവസം നിങ്ങൾ ഒരുപാട് നേരം വിഷമിച്ചിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കരഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും. അതൊരു അനുഗ്രഹമായിട്ട് കാണുക. നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെട്ടുവെങ്കിലും ഇല്ലെങ്കിലും ദിവസവും അല്പനേരം ഒറ്റപ്പെട്ടിരിക്കണം. അതിനുള്ള കാരണം പറയാം. അതിനു മുൻപായി നമുക്ക് ചുറ്റും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ എൻ്റർടൈൻ ചെയ്യാനും ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. ആ ഒരു സൗഹൃദ വലയങ്ങളിൽ നമ്മളെപ്പോഴും ബിസി ആയിരിക്കും. ഒരിക്കലും നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പഠനത്തിൽ പുറകിലോട്ട് പോകുന്നതും, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതും, ചെറിയ ഒരു ഒറ്റപ്പെടൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാതെയാകുന്നതും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഹൃദയം തകർന്ന് കരയുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ബുദ്ധിജീവികൾ, പഠിപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവർ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ഒരുപാട് സുഹൃത്തുക്കളോ ഒന്നും, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റോ ഒന്നും ഉണ്ടാവാറില്ല. അവർ അവരുടേതായ ഒരു ലോകത്തായിരിക്കും ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരിക്കലും മുഴുവൻ സമയവും ഒറ്റപ്പെട്ട് ജീവിക്കണം എന്നല്ല. നമുക്ക് എല്ലാവരും വേണം. റിലേറ്റീവ്സും കൂട്ടുകാരും റിലേഷൻഷിപ്പും ഫാമിലി എല്ലാം നമുക്ക് വേണം. പക്ഷേ ദിവസവും ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് നമ്മുടേതായ സമയം വേണം. ആ സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുക. ആ 2 മണിക്കൂർ നിങ്ങൾക്ക് എന്തൊക്കെ ഫീലിങ്സ് വരുന്നോ അത് അനുഭവിക്കുക. നിങ്ങൾക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കരയുക, ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചിരിക്കുക, ചിന്തിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചിന്തിക്കുക. ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കിട്ടുകയുള്ളൂ. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സമയമാണ് ആ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയം. നിങ്ങളോട് തന്നെ വിഷമങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞ് തീർക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം കൊല്ലികളായിട്ടുള്ള റിലേഷൻഷിപ്പുകളാണെങ്കിലും ഫ്രണ്ട്ഷിപ്പുകളാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം തരുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മൾക്ക് മെൻ്റൽ സ്ട്രെസ്സും നമ്മളുടെ വിലപ്പെട്ട സമയവും പാഴാക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഫുൾ ടൈം അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോവാതെ ഒരു സൈഡിൽ അവരെ നിർത്തുക, മറു സൈഡിൽ നിങ്ങളുടെ കാര്യങ്ങളും കൂടി ചെയ്തു പോവുക. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് എല്ലാം വേണം. അവരെ വെറുപ്പിക്കാനും പറ്റില്ല, പക്ഷേ നമുക്ക് നമ്മുടെ കാര്യവും നോക്കണം. സോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലിക്കും റിലേഷൻഷിപ്പിനും ഒക്കെ കൊടുക്കുന്ന സമയം കഴിഞ്ഞിട്ട് ബാക്കി ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സമയം കൊടുക്കുക. ദിവസവും ഇങ്ങനെ 1-2 മണിക്കൂർ ഒറ്റപ്പെട്ട് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും ജീവിതത്തിൽ തകർക്കാൻ കഴിയില്ല. ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ഒറ്റപ്പെടലിൽ ശീലിച്ചവന് ജീവിതത്തിൽ ഇനി ആരൊറ്റപ്പെടുത്തിയാലും നട്ടലുയർത്തി ജീവിക്കുവാൻ കഴിയും. ഒരാൾ നമ്മുടെ ലൈഫിൽ നമ്മളെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ സർവൈവ് ചെയ്യും. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചവരാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ എത്ര സമയം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു എക്സാം എഴുതാനുള്ള ആഗ്രഹമുണ്ടോ, ആ എക്സാമിന് ഞാൻ പഠിക്കുന്നുണ്ടോ? ഇനി അതല്ല, ഫാമിലിയിലാണെങ്കിൽ ഞാൻ എപ്പോഴും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ആളാണോ, ഞാൻ കാരണമാണോ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്? ഇഷ്യൂസ് ഒഴിവാക്കാൻ ഞാൻ എങ്ങനെ പെരുമാറണം എന്നൊക്കെ നിങ്ങൾക്ക് പക്വതയോട് ഒരു ചിന്ത കൊണ്ടുവരാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായും ഡെയിലി കുറച്ച് നേരമെങ്കിലും ഇങ്ങനെ തനിച്ച് ജീവിക്കാൻ പഠിക്കണം. കാരണം ആരും നിങ്ങളെ ലൈഫിൽ രക്ഷപ്പെടുത്തില്ല. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ആരും നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ളവരല്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെയാണ് പ്രധാനം. അത് ഫാമിലി ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാം അവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ നമ്മളുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ചില ആളുകളുണ്ട്, നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും സഹായിക്കും, നമ്മൾ സാമ്പത്തികമായിട്ട് എല്ലാവരെയും സഹായിക്കും. പക്ഷേ നിങ്ങൾക്കൊരാപത്ത് വരുമ്പോൾ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എത്ര പേര് തിരിച്ച് സഹായിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ 10 പേരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 പേര് മാത്രമായിരിക്കും നിങ്ങളെ തിരിച്ച് സഹായിക്കുന്നത്. ബാക്കി ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. ലൈഫിൽ ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മുടെ നല്ല കാലത്ത് മാത്രമേ നമ്മുടെ കൂടെ ആളുകൾ ആത്മാർത്ഥമായിട്ട് നിൽക്കത്തുള്ളൂ. നമുക്ക് മോശം കാലമാണെങ്കിൽ ഒരാളും നമ്മുടെ കൂടെ കാണില്ല. എല്ലാ ആളുകളും ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിതമായിരിക്കും നയിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ മറ്റൊരാളുടെ പ്രശ്നം കൂടി എടുത്ത് തലയിൽ വെക്കില്ല. എല്ലാവരും അവരുടെ സമാധാനം നോക്കിയിട്ടായിരിക്കും പോകുന്നത്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല അവർക്ക് സമയം. അതുകൊണ്ട് സ്വന്തമായിട്ട് ആലോചിക്കുക. ഡെയിലി ഒരു 2 മണിക്കൂർ നിങ്ങളുടെ ലൈഫ് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യും, നിങ്ങളുടെ ടെൻഷനും വിഷമവും അതേപോലെ ഡിപ്രഷനൊക്കെ എങ്ങനെ കുറയ്ക്കും എന്നൊക്കെ ആലോചിക്കുക. അതിനായിട്ട് സമയം കൊടുക്കുക. നിങ്ങളെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുക. അടുത്ത ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടി ആ സമയത്ത് ആലോചിക്കുക. ഓരോ ദിവസവും വേസ്റ്റ് ആക്കാൻ എളുപ്പമാണ്.
പക്ഷേ ഓരോ സമയവും പ്രൊഡക്റ്റീവ് ആക്കാനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടി പ്ലാൻ ചെയ്യുക. എന്നാൽ മാത്രമേ ആ 24 മണിക്കൂറിൽ കുറച്ച് നേരമെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ കഴിയുള്ളൂ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പ്രൊഡക്റ്റീവ് ആകുക എന്ന് ഉദ്ദേശിക്കുന്നത് പഠിക്കുക, നോട്ട്സ് എഴുതുക, ഫ്രണ്ട്സിനൊപ്പം കളിക്കാനൊക്കെ പോവുക. ഇനി ഒരു ഫാമിലി ആണെങ്കിൽ ഫാമിലിയിലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ്. തനിച്ച് ജീവിച്ച് ജയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരുന്ത് എന്ന പക്ഷി. സാധാരണ പക്ഷികളെ പോലെ കൂട്ടമായിട്ടല്ല പരുന്ത് പറക്കുന്നത്. പരുന്തിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചിറകുകളാണുള്ളത്. പരുന്ത് മാക്സിമം, അതായത് മറ്റുള്ള പക്ഷികളെക്കാളും ഉയരത്തിലേ പറക്കുള്ളൂ. കാരണം അത്രയ്ക്ക് കരുത്തുള്ള ചിറകുകളുണ്ട്. നിങ്ങൾക്കും അത്രയ്ക്ക് നല്ലൊരു കോൺഫിഡൻസും തനിച്ച് ജീവിക്കാനുള്ളൊരു പവറും കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാളും ഒരുപടി നിങ്ങൾ ഉയർന്നു പറക്കും. കൂട്ടമായിട്ട് പറക്കാൻ ആർക്കും കഴിയും, തനിച്ച് പറക്കാൻ ധൈര്യം വേണം. അപ്പോൾ കൂട്ടമായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് വെറുതെ ടൈം പാസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ടാവും. പക്ഷേ തനിച്ച് ജീവിച്ച് സക്സസ് ആവാൻ വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിലൊരാളാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ജീവിതം പാഴാക്കാനുള്ളതല്ല, ജീവിതം ഉപയോഗപ്പെടുത്താനുള്ളതാണ്.